ഏതെങ്കിലും അവരന്മാർ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നെ ഇഷ്ടമല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടമില്ലാത്തത് കൊണ്ട്. നിന്നെ ഇഷ്ടപ്പെടുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ല പിന്നെ ഇങ്ങനെ അവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നതിനാ? നീ അങ്ങനെ കാണാത്തതുകൊണ്ടാ. അങ്ങനെ കണ്ട ഏത് പെണ്ണിനാണെങ്കിലും ഒരു ഇഷ്ടം തോന്നും. ഞാൻ ഒരുപാട് പുറകെ നടന്നു, പക്ഷെ എന്നെ അയാളൊന്നും ആക്സെപ്റ്റ് പോലും ചെയ്യുന്നില്ല. എടി 2 വർഷമായിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെയെങ്കിൽ അയാൾക്ക് ചിന്തിച്ചൂടെ എൻ്റെ ഒരു ഇഷ്ടം അതത്ര സിൻസിയർ ആണെന്ന്? മതിയടി, നിനക്ക് നിർത്താനായില്ലേ? നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എത്ര വരെ നീ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവൻ ചെയ്യുന്നത്. അവനെ ഇഷ്ടമെന്ന് പറയുന്ന എല്ലാവരും റിജക്റ്റ് ചെയ്യുന്നു. സോ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ റിജക്റ്റ് ചെയ്തവരിലൊക്കെ ഇതുപോലെ സെയിം ഫീലിങ്സ് ഉണ്ടായി കാണില്ലേ, ഹേർട്ടായി കാണില്ലേ? സോ എല്ലാവരെ പറ്റിയൊന്ന് ചിന്തിക്കും. എടി ജോണെ, നീ ഇവളെ ഗുണദോഷിച്ചതൊക്കെ മതി. അവൾക്കൊന്നും പറഞ്ഞ തലയിൽ കയറില്ല. അത് അങ്ങനെ ഒരു പൊട്ടത്തി. അതെ അതെ, 2 വർഷമായിട്ട് പുറകെ നടന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാത്ത ആളെ പറ്റി ആലോചിച്ചിട്ട് മൂങ്ങുന്നു. ഇതിനൊന്നും വേറെ പണിയില്ല എന്ന്. നമുക്ക് പോവാം. ഓ, എനിക്കൊന്നും വയ്യടാ. ഞാനത്ര ദുഷ്ടനായത് കൊണ്ടൊന്നുമല്ല. പക്ഷെ എനിക്കെന്തോ എൻ്റെ ടൈപ്പായിട്ട് തോന്നിയിട്ടില്ല. അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് വേറൊരാളെ എനിക്കിഷ്ടം. അതായത് അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കാരണം പോലെ എനിക്ക് അവളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണവുമില്ല. അവൾ നല്ല സുന്ദരമൊക്കെയാണ്, എന്നാലും എനിക്ക് എൻ്റെ ഒരു ടൈപ്പായിട്ട് അവൾ ഓക്കെ അല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിലേ ഞാനാണ് നിൻ്റെ സ്ഥാനത്തേക്ക് എപ്പോഴും ആക്സെപ്റ്റ് ചെയ്തേനെ. എടാ, ആ കൊച്ച് 2 വർഷം നിന്നെ മാത്രം ഓർത്തിരുന്നെന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്ക്, എത്ര സിൻസിയർ ആയിരിക്കും. എടാ, ഒരാൾക്ക് മാത്രം ഫീലിങ്സ് ഉണ്ടായാൽ മാത്രം പ്രണയമാവില്ല. 2 പേർക്ക് ഒരുപോലെ ഉണ്ടാവണ്ടേ, എന്നാലും അത് പ്രണയമാവും. അപ്പോൾ എനിക്ക് അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെ ഇഷ്ടമെന്ന് പറയാനാ? എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. അതെനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്കൊക്കെ അറിയാലോ. അതൊക്കെ വീട് എന്തിനായിട്ട് എന്താ പ്ലാൻ? നമുക്കൊന്ന് ക്ലബ്ബിൽ പോയാലോ? നീ ഇങ്ങനെ കുടിച്ചാണെന്ന് തോന്നുന്നു ഇങ്ങനെ അസ്ഥി പോലെ ആയിപ്പോയത്. ആയിക്കോട്ടെ, ഞാനതങ്ങ് സഹിച്ചു. എന്തായാലും എൻ്റെതല്ലേ, അത് എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ നീ എന്നെ പഠിപ്പിക്കാനോ എന്നെ കെയർ ചെയ്യാനോ നിൽക്കണ്ട. ഇവിടെ പിന്നെ നല്ലത് പറയാനും പാടില്ലല്ലോ. ഓ, നമ്മൾ നിർത്തി. ഞാൻ അപ്പോഴേ പറയാറുള്ളതാ, 3 കമ്പനി 3 പേർക്ക് നോക്കാനേ ഉള്ളൂ. ഇവരെങ്ങനെ തെണ്ടി തിരിഞ്ഞങ്ങ് നടക്കുമല്ലേ? 3 എപ്പോഴും ഇരട്ടകളെപ്പോലെ ഒരുമിച്ചുണ്ടാവും. എല്ലാം പോട്ടെ, അവർക്ക് ഈ കമ്പനി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. അല്ലാതെ ഇങ്ങനെ പഠിച്ചിട്ട് ഇവിടെ എവിടെ എത്താൻ പോകുന്നില്ല. ഒരുത്തൻ ഡോക്ടർ ആവണമെന്ന് പറയുന്നു, എന്നിട്ട് അതിനുള്ളത് പഠിക്കുന്നുമില്ല. അതൊക്കെ ഞാൻ അങ്ങ് റെഡിയാക്കിക്കോളാം. മാതാവും പിതാവും എന്തൊക്കെയോ ഡിസ്കഷനിലാണല്ലോ. നിന്നെ ഒക്കെ അങ്ങ് കെട്ടിച്ചാലോ എന്ന് ആലോചിക്കുക. എന്തേ? ഓ, എന്നാ അതങ്ങ് നടന്നോട്ടെ. ഇപ്പം കെട്ടും. ഓ, ഇപ്പം കെട്ടും. ആ പറച്ചിൽ തന്നെ അറിയാലോ നീ എന്താ ഉദ്ദേശിക്കുന്നത്. എക്സ്ക്യൂസ് മീ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാ അത്? ഞാൻ പോയി നോക്കാം. ആരാ? നമസ്കാരം, ഞാൻ ജിയോണ. ഞങ്ങളുടെ കമ്പനിയിലെ പുതിയ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒരുപാട് നല്ല പ്രൊഡക്ട്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല വിൽപ്പനയും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 പർച്ചേസ് ചെയ്യാം. പ്രൊഡക്ട്സൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലും. കുറച്ച് മുമ്പ് ഇറങ്ങിയതാണ് ഈ ബോഡി മസാജിൻ്റെ, അതായത് ഓട്ടോമാറ്റിക്കൽ ബോഡി മസാജ് മെഷീൻ. അപ്പം ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളുടെ ബോഡി ഇത് മസാജ് ചെയ്തിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവിയാൽ മതി. എന്നിട്ട് ഒന്ന് കിടന്നു കൊടുത്താൽ മതി. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്തിട്ട്, പിന്നെ നിങ്ങൾക്ക് അഥവാ ഈ മസാജ് ചെയ്യുന്ന പൊസിഷൻ മാറണമെങ്കിൽ അതിനുള്ള റിമോട്ട് കൺട്രോളുണ്ട്. ഇത് ഭയങ്കര റെയർ പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് മസാജ് ചെയ്യുന്ന അത്ര സുഖമൊന്നും കിട്ടത്തില്ല ഈ മെഷീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ. താനെന്ന് വന്നാൽ എനിക്ക് ഹെൽപ്പ് ആവുമായിരുന്നു. ഒരു പെൺകുട്ടിയോട് ഇത്ര മോശമായിട്ടാണോ സംസാരിക്കേണ്ടത്? നിങ്ങൾക്ക് ഏത് നാട്ടിലത്തെ കോഴിയാ? വേറെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടോ? സ്കിൻ കെയറിനായുള്ള കുറേ പ്രൊഡക്ട്സ് ഉണ്ട് നമ്മുടെ കമ്പനിയിൽ. അതും ബെറ്ററാണ് കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് ഇതുപോലെയുള്ള കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ സ്വിച്ച് വെച്ചിട്ടും റിമോട്ട് കൺട്രോൾ വെച്ചിട്ടുമൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഓക്കെ ആക്കാൻ പറ്റിയത്. പിന്നെ അപ്പം നമ്മൾ വേറൊരാളുടെ സഹായമൊന്നും നമുക്ക് വേണ്ടല്ലോ. ഇതൊക്കെ റെയറായിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ മാത്രമേ കാണപ്പെടുള്ളൂ. ഓക്കെ, ഈ കമ്പനിയുടെ പേരെന്താ? RM കമ്പനി. നിങ്ങളുടെ നോട്ടൊന്നും അത്ര ശരിയല്ല. ഷോ, ഈ വീട്ടിൽ ഏത് നേരത്താണ് എനിക്ക് വിൽക്കാൻ വരാൻ തോന്നിയത്? നോക്ക്, ആ കമ്പനിയിലെ ബോസിൻ്റെ പ്രിയപ്പെട്ട ഒരു അസിസ്റ്റൻ്റാണ് ഞാൻ. കാരണമാണ് എന്നെ വിറ്റ് പോകുന്നത്.
ഈ പറഞ്ഞ ആറും കമ്പനിയുടെ മകൻ ആയിട്ട് വരും ഞാൻ. എന്തായാലും തന്നെ എനിക്ക് ബോധിച്ചു. ഭാവിയിൽ ഞാനാണ് ആ കമ്പനിയിൽ ഓണറായിട്ട് വരിക. ഇതൊക്കെ എൻ്റെ പട്ടി വിശ്വസിക്കും. താൻ ഓരോന്നിങ്ങനെ പറഞ്ഞു കൂട്ടുക. എന്തായാലും എന്താ, തനിക്ക് ഇതിലേതിൽ പ്രൊഡക്റ്റ് വേണമെങ്കിൽ വാങ്ങിക്കോ, എനിക്ക് കുറച്ച് ലാഭം കിട്ടും. എന്തായാലും എനിക്ക് ഈ പ്രൊഡക്റ്റ് ബോധിച്ചു. ഏതാ, ഈ ബോഡി മസാജിൻ്റെ ആണോ? ആർട്ടിഫിഷ്യൽ ബോഡി മസാജൊക്കെ ഭയങ്കര ലോക്കലാണ്. എനിക്ക് വേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. എന്തായാലും എന്താ, ടൈം ആവട്ടെ. ഇനി നമുക്ക് ഫ്ലൈറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടോ? ഓ മൈ ഗാഡ്, എൻ്റെ മുമ്പിലൊക്കെ ആയിരിക്കണം. കണ്ണും പൂട്ടി ഞാനങ്ങ് പ്രേമിച്ചേനെ. എത്ര ആൾക്കാരെ കണ്ടതാ, പക്ഷെ ഇങ്ങോട്ട് ഫ്ലേട്ടിങ് ഒരു രക്ഷയുമില്ല. ഇങ്ങനെ പോയാൽ ഇവിടെ ഇയാളുമായിട്ട് സെറ്റാവുന്ന പോലെ ഉണ്ടല്ലോ. ഒരാൾ നമ്മളെ ഫ്ലേട്ട് ചെയ്തു, അത് നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് നമ്മളയാളെ ജീവിതകാലം മുഴുവൻ ഫ്ലേട്ട് ചെയ്യാൻ അനുവദിക്കണമെന്നില്ലല്ലോ. എനിക്കെന്തായാലും ആ രീതിയിലുള്ള ഇഷ്ടമൊന്നും ഇതുവരെ ആരോടും തോന്നിയിട്ടില്ല, ഇനി തോന്നുകയില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞതുപോലെ ഉണ്ടായാൽ മതി. എന്തായാലും എന്താ, നല്ല സ്റ്റൈലുണ്ട് കേട്ടോ. പപ്പയുടെ കമ്പനിയിലെ ഒരു കുട്ടിയില്ലേ, ഈ സെയിൽ ചെയ്യാൻ വേണ്ടി നടക്കുന്നേ, അതിലൊരു കുട്ടി ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നായിരുന്നല്ലോ. ആ കുട്ടിക്ക് അറിയില്ല ഇത് പപ്പയുടെ വീടാണോ? എൻ്റെ പൊന്നുതേ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീടാണ്. പിന്നെ ഓരോരോ സ്ഥലത്ത് വർക്ക് വരുമ്പോൾ അങ്ങോട്ട് പോകണ്ടേ. പിന്നെ കുറേ കമ്പനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ എൻ്റെ കഴിവ്. അത് നിങ്ങൾക്ക് 3 പേർക്കായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് എത്ര ആഗ്രഹമുണ്ടെന്ന് അറിയാം. നിങ്ങളിങ്ങനെ നടന്നോ. പപ്പ ഒരു കാരണം വെച്ചാലും വിഷമിക്കണം. പപ്പയുടെ ആറും കമ്പനി ഞാൻ ഏറ്റെടുക്കും. അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ നിനക്ക് ഞാൻ അതിൻ്റെ സാധനങ്ങളൊക്കെ ശരിയാക്കി തരാം. നീ അങ്ങ് കമ്പനിയിൽ CEO ആകുന്നതായിരിക്കും. എനിക്ക് മതി. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം മക്കളെ. എനിക്ക് ഇത്രയും പ്രായമായില്ലേ. ഇനി എനിക്കിതൊന്നും കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ 3 മക്കളിത് നോക്കണം. പപ്പേ, ഞാൻ എന്തായാലും ഓക്കെയാണ്. എൻ്റെ ലിസാമോ, ഇതുവരെ നീ ഓക്കെ ആയില്ലേ? എടി വിട്ടേരെടി. ദിസ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഈസി ടു ലീവ് ഹിം. എൻ്റെ കേസിൽ എനിക്കത് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് പേരെ കണ്ടു, എന്നിട്ടും എനിക്ക് അവനെ മാത്രം ഒഴിവാക്കാൻ പറ്റുന്നില്ലടി. എങ്ങനെ എനിക്കിതൊക്കെ നിന്നോട് പറയണമെന്നറിയത്തില്ല. നിങ്ങളൊക്കെ ചിലപ്പോൾ എന്നോട് പറഞ്ഞു മടുത്ത് കാണാം. പക്ഷേ എനിക്ക് തോന്നിയൊരു ഇഷ്ടം, അത് മനസ്സിൽ എനിക്ക് എടുത്ത് കളയാൻ പറ്റുന്നില്ല. അവന് എല്ലാ പെൺപിള്ളേരെയും അങ്ങനെ പ്രേമിക്കുന്ന ടൈപ്പല്ല. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്യും. അവൻ ആരെ അക്സെപ്റ്റ് ചെയ്യില്ല. അവൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് പറഞ്ഞ് നടക്കും. എന്നെ കാണാൻ കൊള്ളില്ലടി, എനിക്കൊരു കുഴപ്പമില്ലല്ലോടി, എന്നിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവൻ അത്രയും നല്ല ആൾ തന്നെയാണ്. പക്ഷേ പ്രണയത്തെ കാണാണ്ടിരിക്കുന്നത് ശരിയല്ലോടി. നീ പറഞ്ഞത് ശരിയാ. ഒന്നും ഒരിക്കലും പെട്ടെന്ന് ഈസി ആയിട്ട് കളയാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നീ നിന്നെ നോക്കിയേ പറ്റൂ, നിന്നെ കെയർ ചെയ്തേ പറ്റൂ. അല്ലാതെ നിന്നെ ഇഷ്ടമല്ലാതെ പറയുന്ന ആളെ നോക്കി നടക്കുകയല്ല വേണ്ടത്. എടി, നിനക്ക് അങ്ങാരോട് ഇഷ്ടമുണ്ട്, പക്ഷെ അങ്ങേരിക്ക് നിന്നോടില്ലെങ്കിൽ അവിടെ പ്രേമാവില്ലല്ലോ. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ഒരിക്കലും നീ വൺ സൈഡ് വെച്ചിട്ട് ഇനി നിൽക്കണ്ട. നീ വേറൊരു നല്ല ആളെ പ്രേമിക്കുക. നിന്നെ എത്ര പേര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഒന്നങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് പേരുണ്ടാവും. അതിൽ നല്ലവർ ഒരുപാട് പേരുണ്ടാവും. ഒരുപക്ഷെ നിനക്ക് അവരോട് ഫീലിങ്സ് കാണത്തില്ല. ഫോഴ്സ് ചെയ്ത് ഇഷ്ടപ്പെടാനോ ഒന്നും പറ്റത്തില്ല. സെയിം അതുപോലെ അയാൾക്ക് നിന്നെ ഫോഴ്സ് ചെയ്ത് നീ ഇത്രയും കാലം പ്രേമിച്ചു എന്ന് വെച്ചിട്ട് നിന്നെ ഇങ്ങനെ പ്രേമിക്കാൻ പറ്റില്ലെങ്കിലോ? എന്നോട് ദേഷ്യം വെച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞു നോക്കുക, കാര്യമാണ്. അല്ലാതെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. ജിയോണം, 2ാമത്തെ കംപ്ലൈൻറ്റാണ് നിൻ്റെ പേര് കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു സ്ത്രീയാണ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ളത്. അവർ നിന്നോട് മോശമായിട്ട് സംസാരിച്ചെന്ന് വെച്ചിട്ട് നീ അവരോട് കെയർ ചെയ്ത് തന്നെ സംസാരിക്കണം. അത് നമ്മുടെ കമ്പനിയിൽ ബാധിക്കും ഇൻ കേസ് നീ അവരോട് റൂഡായ. കേട്ടോ? ലുക്ക്, ദിസ് ഇസ് യുവർ ലാസ്റ്റ് വാണിംഗ്. ഈ ഫൈനൽ വാണിംഗ് നീ കേട്ടിരിക്കണം. ഇനി ഇതനുസരിച്ചിരിക്കണം. നീ എന്താണ് എന്നുള്ളതല്ല,
നീ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ അല്ലല്ലോ. സോ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം, മിങ്കിൾ ചെയ്യണം. ഓക്കെ പപ്പ, നീ വന്നോ? ഇനിയിപ്പോൾ എല്ലാം നീ തന്നെ നോക്കും. പിന്നെ ജിയോണ, ദിസ് ഇസ് മൈ സൺ ആൻഡ് ഇവനായിരിക്കും ഇനി കമ്പനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇവനോട് പറയാം. ഇവൻ അങ്ങനെ ആരോട് മോശമായിട്ട് സംസാരിക്കുന്ന ടൈപ്പൊന്നുമല്ല. എൻ്റെ മകനായോണ്ട് പറയല്ല, ഇന്നവരൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല, മോശമായിട്ട് സംസാരിച്ചിട്ട് കൂടെയില്ല. അപ്പോൾ ഇവനെ പോലെയുള്ള ഒരാൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര സേഫ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുക. ആദ്യം മകനാന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് വിശ്വസിച്ചില്ലായിരുന്നു. എന്തായാലും തൻ്റെ പപ്പ നല്ലോണം തള്ളിയിട്ടാണല്ലോ പോയത്. അതെ അതെ, ഞാൻ വിചാരിക്കുന്നു പപ്പ എന്തിനാ ഇവിടെ തള്ളിയിട്ട് പോയെന്ന്. നീ വീണിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. വീണാൽ തന്നെ നിനക്ക് നിരങ്ങാൻ അറിയാമല്ലോ, അത്രയും വലിയ നാവുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതൊക്കെ ധാരാളം. താനെല്ലാ പെണ്ണുങ്ങളെ കാണുമ്പോൾ അപ്പ ഫ്ലേർട്ട് ചെയ്യുന്നില്ലേ? അതുപോലെയല്ലേ താൻ എന്നെ കണ്ടപ്പോൾ ഫ്ലേർട്ട് ചെയ്തത്. എന്നിട്ട് പപ്പക്ക് ഭയങ്കര നല്ല അഭിപ്രായമാണല്ലോ. അവരുടെ ഒക്കെ കണ്ണിൽ പൊടിയിട്ട് നിന്നേക്കുവാ. ഞാൻ എൻ്റെ പപ്പയോടും അമ്മയോടും ബ്രദേഴ്സിനോടും മാത്രമേ നല്ല രീതിയിൽ സംസാരിക്കാറുള്ളൂ. പിന്നെ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിപ്പോയി. ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇനി അവളോട് പ്രണയമാണോ എന്താണോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ആ പെൺകുട്ടിയോടായിരിക്കും ഞാൻ ആദ്യമായിട്ട് ഫ്ലേർട്ട് ചെയ്തത്. അപ്പം താൻ എന്നോട് ഫ്ലേർട്ട് ചെയ്തല്ലോ, അപ്പം ഞാനോ അങ്ങനെ ഒരാളല്ലേ? അപ്പം എന്താ 100 പെൺകുട്ടികളോട് ഫ്ലേർട്ട് ചെയ്തിട്ട് എല്ലാവരോടും ഒരാളോട് മാത്രമെന്ന് പറയുകയാണോ? പറയുന്നുണ്ടോന്നും തോന്നരുത്. എൻ്റെ പപ്പയും അമ്മ എപ്പോഴും പറയും, എൻ്റെ കല്യാണമായി നിനക്ക് പെണ്ണ് ആലോചിക്കണമെന്ന്. എൻ്റെ പെണ്ണിനെ ഞാൻ തന്നെ കണ്ടെത്തുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്നലെ ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടെത്തി. എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. ഇതുവരെ ഒരുത്തിനോട് തോന്നാത്തൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അതിനിപ്പോൾ ഞാൻ എന്തായാലും നടത്തും. നിൻ്റെ വീട്ടിലെ നാളെ തന്നെ വന്ന് ഞാൻ പെണ്ണ് ചോദിക്കും. ഇനിയിപ്പോൾ നീ എങ്ങനെയുള്ള ആളായാലും കുഴപ്പമില്ല. എനിക്കിഷ്ടപ്പെട്ടത് എനിക്ക് വേണം. അല്ലാതെ എനിക്ക് അങ്ങോട്ടൊരു ഇഷ്ടം തോന്നാത്തതിന് ഞാൻ സ്വന്തമാക്കിയിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ പാരൻസിനോട് സംസാരിക്കാനാണെങ്കിൽ എനിക്ക് പാരൻസ് ഇല്ല. പകരം 3 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. ദേ ആർ ലൈക്ക് മൈ ഫാമിലി. എന്നാൽ അവരോട് തന്നെ ചോദിക്കാം. ആളെ കാണാനൊക്കെ എങ്ങനെയാ? ഒരു കാര്യം പറഞ്ഞാൽ ഹി വാസ് ലുക്ക് സോ ഹാൻസം. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ സ്വന്തമാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ എന്നോട് പറയുന്നത് കള്ളത്തിലാണോ, ഇതുപോലെ ഒരുപാട് പെണ്ണോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. എന്നാലും ഹി വാസ് ട്രൂത്ത് മേ ബി. അയാൾ നിന്നെ സത്യസന്ധമായിട്ടാണ് ഇഷ്ടമെന്ന് പറഞ്ഞെങ്കിൽ നീ ഒരിക്കലും ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് കേട്ടാക്കാൻ പാടില്ല. പിന്നെ നിനക്കും ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് യൂസ് പറയണം. അങ്ങനെ നമ്മുടെ കുക്കി സെറ്റായി എന്നാ തോന്നുന്നത്. എന്നാലും എന്താ, നല്ല കാര്യമല്ലേ? ഇനിയിപ്പോൾ ഞങ്ങൾക്കൊക്കെ ചിലവ് തരാമല്ലോ. എന്തിനടി പറയണ? ഞാൻ സെറ്റായിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എനിക്ക് അങ്ങേരെ അങ്ങ് ഇഷ്ടമായിട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ കള്ളം പറയുന്നൊന്നുമില്ല. അപ്പൊ പിന്നെ ഓക്കെ പറഞ്ഞോടി, എന്തിനാ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ? അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തനിക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണോ? ആണെങ്കിൽ അത് എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. ഞാൻ താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് എന്നൊന്നും വിചാരിക്കരുത്. എന്തോ കണ്ടപ്പോൾ എന്തൊക്കെയോ തോന്നി, ഒരു കംഫർട്ട്. എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. കണ്ടപ്പോൾ ഇതുവരെ ഒരു പെൺകുട്ടിയോടും തോന്നാത്ത എന്തോ ഒരു ഇഷ്ടം. അത് പറയുമ്പം മേ ബി ക്രിഞ്ചായിരിക്കാം. ഒരു പെൺകുട്ടിയോടും ഇഷ്ടം തോന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കേൾക്കുന്നവർ എന്നെ പൊട്ടൻ എന്നൊക്കെ വിളിക്കും. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാറില്ല. ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് റിജക്റ്റ് ചെയ്യാറേയുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് എത്ര അത് ഹേർട്ടാണെന്ന് കൂടെ ഞാൻ നോക്കാറില്ല. കാരണം എൻ്റെ ജീവിതം എനിക്കിഷ്ടമുള്ള ഒരാളായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം. ഫോഴ്സ്ഡായിട്ട് ഒന്നും എനിക്ക് വേണ്ട. താൻ പോലും എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞാലേ തന്നെ ഞാൻ കിട്ടും. അല്ലാതെ ഞാൻ ഒരിക്കലും പുറകെ നടന്ന് ഫോഴ്സ് ചെയ്യില്ല. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എല്ലാവരും നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പിന്നെ താനിനിപ്പോൾ എങ്ങനെയുള്ള ആളാണെങ്കിലും ഞാൻ തന്നെ ആക്സെപ്റ്റ് ചെയ്യും.
ഈ പണം കണ്ട് ഇഷ്ടപ്പെട്ടതാണ് എന്നൊന്നും വിചാരിക്കരുത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ വിചാരിച്ച് റിജക്റ്റ് ചെയ്യാറേ ഉള്ളൂ പല ആൾക്കാരും. സത്യം പറഞ്ഞാൽ എന്നെ പ്രസവിച്ചിട്ട് അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാ. ഒരച്ഛനുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ബട്ട് എന്നെ നോക്കാൻ ഇതുവരെ വന്നില്ലല്ലോ ആരും. എൻ്റെ ഫ്രണ്ട്സ് മാത്രമേ എന്നെ കെയർ ചെയ്തിട്ടുള്ളത്. അവരും കൂടെ എനിക്ക് സപ്പോർട്ട് തന്നപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടിയതുപോലെ തോന്നി. പിന്നെ ഈ കാണുന്ന വർത്താനവും ഈ വഴക്കുണ്ടാക്കലൊക്കെ ഉള്ളൂ. എൻ്റെ ലൈഫിൽ സന്തോഷം എന്ന് പറഞ്ഞത് അനുഭവിച്ചിട്ട് കുറേ കാലമായി. തന്നോട് സംസാരിച്ചപ്പോൾ റിയലി ഐ ഫീൽ സോ കംഫർട്ടബിൾ. അതുകൊണ്ട് എനിക്ക് തന്നെ റിജക്റ്റ് ചെയ്യാനും പറ്റില്ല. ഇനി താൻ ഈ പണമൊക്കെ ഇട്ടെറിഞ്ഞ് എൻ്റെ അടുത്ത് വന്നാലും, ഈ പണം വേണ്ടാന്ന് പറഞ്ഞു വന്നാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. നിന്റെ ചെക്കനെ ഞങ്ങൾക്കൊന്നും കാണിച്ചു പോലും തന്നില്ലല്ലോടി. എന്തായാലും അവനെ ഞാനൊന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കെല്ലാവർക്കും ഒന്ന് കാണാം. നിങ്ങൾ തന്നെ കാണാം അവൻ എങ്ങനെയുള്ള ആളാണ്. സംസാരിച്ച് നോക്ക്. ഇന്ന് ഈവനിങ് എൻ്റെ കോഫി ഷോപ്പിൽ വരാൻ പറ. നമുക്ക് അവിടെ വെച്ചിട്ട് അവനെ മീറ്റ് ചെയ്യാം. ഇവൾ അയാളെ പറ്റി പറഞ്ഞ് അയാളെ പറ്റി അറിയാനൊരു ക്യൂരിയസ് തന്നെ ആയി. ഹായ്. ലിസ, ജെന്നി, റോസ്, ഇതാണ് എൻ്റെ ദേവി. എങ്ങനെയുണ്ട്? കുക്കി, എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല. പക്ഷേ ഇപ്പം എനിക്ക് വല്ലാണ്ട് ഹേർട്ടാവുന്നുണ്ട്. ഞാൻ എന്നും പറയാറില്ലേ, എൻ്റെ മനസ്സിൽ എന്നെ ഇന്ന് റിജക്റ്റ് ചെയ്യുന്ന ആൾ അതിവനാ. ഇവനെ എന്നെ എന്നും റിജക്റ്റ് ചെയ്ത് ഹേർട്ടാക്കുന്നത്. എല്ലാം പോട്ടെ, 2 വർഷം ഞാൻ പുറകെ നടന്നു, എന്നിട്ട് പോലും എന്നോട് അവനിക്കൊരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. 3 വർഷം എൻ്റെ പുറകെ നടന്നവരുണ്ട് എന്ന് വെച്ച് ഞാൻ അവരെ പ്രേമിക്കണമെന്ന് നിർബന്ധമുണ്ടോ? കുക്കി, നീ ഹാപ്പി ആയിട്ടിരിക്കും. ഞാൻ പോവാം. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് മനസ്സിലാക്കണം. എൻ്റെ പുറകെ ഒരുപാട് പേര് നടന്നിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ 2 വർഷത്തെ കണക്ക് മാത്രമല്ല, 3-4 വർഷം വരെ പുറകെ നടന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും ഇഷ്ടമെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. എന്ന് വെച്ച് അവരെല്ലാവരും എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൈപിടിച്ച് കയറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ എനിക്ക് ഒരാളെ ഇഷ്ടമുണ്ടെങ്കിലല്ലേ എനിക്ക് അവരെ പ്രേമിക്കാൻ പറ്റൂ. തിരിച്ചോ അയാൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് പ്രേമിക്കാം, അതിനൊരു കുഴപ്പമില്ല. എനിക്ക് മനസ്സിലാവും, പക്ഷേ അവളെ എനിക്ക് ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. അതായത് നിന്റെ പേരും പറഞ്ഞിട്ടാണ് അവൾ ഇത്രയും കാലം എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞെന്ന് ഞാൻ അറിയില്ലായിരുന്നു. എൻ്റെ പൊന്നു കുക്കി, അവൾ നമ്മളെക്കാളും ഇളയതാ. അതുപോലെ തന്നെ അവൾക്കൊരു പ്രണയമുണ്ട്. എന്ന് വെച്ച് നീ നിന്റെ പ്രണയത്തെ കളയണമെന്നൊന്നുമില്ല. അവളെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നും വെച്ച് ഇനിയിപ്പോൾ ഇത് പോയാൽ തന്നെ അവൾ അവനെ പ്രേമിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ പ്രേമിക്കുന്നവരെ സെപ്പറേറ്റ് ചെയ്താലും അവൾക്ക് സമാധാനം കിട്ടത്തില്ല. അവളുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അവളുടെ സമ്മതമില്ലാതെ ഈ റിലേഷൻ മുന്നോട്ട് പോവില്ല. കുക്കി, ഇത് വളരെ മോശമായിട്ടുള്ള ഡിസിഷനാണ്. അവൾക്ക് വേണ്ടിയിട്ട് നീ നിന്റെ പ്രണയം കളയണമെന്നൊന്നുമില്ല. അവളെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുക്കി, എനിക്ക് വേണ്ടി നീ നിന്റെ റിലേഷൻഷിപ്പ് ഒന്നും കളയണമെന്നൊന്നുമില്ല. എനിക്ക് വിധിച്ചത് എനിക്ക് കിട്ടും. എനിക്ക് കിട്ടാത്തത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്കതിനെ നേടാനൊന്നും പറ്റത്തില്ലടി. ഒരുപാട് വർഷം ഞാൻ ശ്രമിച്ചു, കിട്ടിയില്ല. അതിൽ കൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ദേവി ഇതെനിക്ക് വിധിച്ച് വെച്ചതല്ലാന്ന്. എടി, അവന് നിന്നെയാണ് വേണ്ടെങ്കിൽ, നിനക്ക് അവനെയാണ് വേണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങ് ഒന്നിക്കട്ടെ. എനിക്കതിനൊരു കുഴപ്പമില്ല. പിന്നെ ചെറിയ സങ്കടം എന്താ വെച്ചാൽ അവൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അങ്ങനെയാണെങ്കിൽ 3 വർഷമൊക്കെ ആയ ആൾക്കാരെ ഞാൻ പോയിട്ട് ആക്സെപ്റ്റ് ചെയ്യണമെന്ന്. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ പറഞ്ഞേ? നീയും ഇവനെ സെറ്റാക്കി വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു കുഴപ്പവും വരത്തില്ല. എനിക്ക് നിന്നോടുള്ള ഒരു ഇഷ്ടവും കുറയാനും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ കുക്കിയെ നീ പൊന്നു പോലെ നോക്കിക്കൊള്ളണം. ഇനി ഇവൾക്ക് ഒരു പ്രശ്നം, ഒരു സങ്കടം വരരുത്. പിന്നെ ഇവളെ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം ഞാനിപ്പം ഇത് നൈസായിട്ട് വിട്ടത്, അല്ലാണ്ടൊന്നുമല്ല. അതെ, വൺ സൈഡിലാവുന്നു അങ്ങനെ വലിയ രീതിയിൽ ആരും വിശ്വസിക്കില്ല. ഈ ഒരു സെക്കൻഡ് കൊണ്ടുണ്ടാകുന്ന പ്രണയമൊന്നും പ്രണയമില്ലെന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇവളെ കണ്ടപ്പോൾ തോന്നിയത് ഒരു പുതിയ ഫീലിങ്സ് ആയിരുന്നു. ആ ഫീലിങ്സ് എനിക്ക് ഇനിയും അറിയണമെന്നുണ്ട്. ഇനിയെന്ന് വെച്ചാൽ മരണം വരെ അറിയുന്നുണ്ട്. അവളെ കണ്ടുകൊണ്ട് തന്നെ ജീവിച്ചാൽ മതി.
ഞാൻ റിജക്റ്റ് ചെയ്യുന്ന ഓരോ പെൺകുട്ടികളിലും ചിലവരിൽ ഓരോ കുറവുണ്ടാവും. ചിലവർ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇതുകൊണ്ട് തോന്നാത്തവരായിരിക്കും. നിന്നെ ആയപ്പോലും എനിക്ക് കാണുമ്പോൾ അങ്ങനെ ഒരു പ്രണയം എന്ന ഫീലിങ്സ് തോന്നിയിട്ടില്ല ഒരാളോടും. പക്ഷെ ഇവളെ കണ്ടപ്പോൾ, ഇവളോട് ഫസ്റ്റ് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് പറയാൻ തുടങ്ങി. ലൈക്ക് ഈ റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറയില്ല, ഇവളാണ് എൻ്റെ പെണ്ണ്. ആൻഡ് ഫൈനലി